നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് VK ശ്രീകണ്ഠൻ MP. ആര് നാട് ഭരിച്ചാലും വികസന തുടർച്ച അനിവാര്യം. ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ IP കെട്ടിടം നാടിന് സമർപ്പിച്ചു. അനധികൃത പടക്ക കച്ചവടത്തിനെതിരെ നടപടി വേണമെന്ന് കേരള ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. അനധികൃത ഓൺലൈൻ പടക്ക കച്ചവടം നിരോധിക്കണം. ഒറ്റപ്പാലത്തെ അനധികൃത വിൽപ്പനയ്ക്ക് പടക്കം സൂക്ഷിച്ചവരുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. ശുചിത്വത്തിനെതിരായ പരാമർശങ്ങൾ നാക്കുപിഴയിലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പറഞ്ഞത് വസ്തുതാപരമായ കാര്യങ്ങൾ. പോലീസ് തല്ലരുതെന്ന് അംഗീകരിക്കുമ്പോഴും ഇവിടെ അതിനൊരു മറുവശമുണ്ടെന്നും KV അബ്ദുൽ ഖാദർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൂട്ടായ്മയിലൂടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടം രാജ്യത്തിന് മാതൃകയാണെന്ന് VK ശ്രീകണ്ഠൻ MP. ആര് ഭരണം നടത്തിയാലും വികസന തുടർച്ച അനിവാര്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. ഷൊർണൂർ നഗരസഭാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ MPയുടെ ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ IP കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. ഷൊർണൂർ നഗരസഭാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പാലക്കാട് MP VK ശ്രീകണ്ഠൻ അനുവദിച്ച MP LED പദ്ധതിയിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ IP കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഒറ്റനില കെട്ടിടത്തിലാണ് IP ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ കെട്ടിടം VK ശ്രീകണ്ഠൻ MP നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ ആരോഗ്യ ശൃംഖല രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MP പറഞ്ഞു. ആര് ഭരണം നടത്തിയാലും വികസന കാര്യങ്ങളിൽ തുടർച്ച അനിവാര്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നുകൊണ്ടാണ് ഒരുപാട് വികസന പ്രവർത്തനം, പുതിയ ടെക്നോളജി, അനുനിമിഷം പുതിയ മെഷീനറികൾ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് വരുന്നുണ്ട്, എല്ലാറ്റും ചികിത്സയുണ്ട്. പക്ഷെ സമയത്ത് അറിഞ്ഞ് കണ്ടുപിടിച്ചാൽ മാത്രമേ ചികിത്സ ഫലപ്രദമാകുകയുള്ളൂ. 4ാമത്തെ 5ാമത്തെ സ്റ്റേജിലെത്തിയ പിന്നെ മരണത്തിലേക്കുള്ള സ്റ്റേജാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണം. പല വൈറസുകളും പല മാരക രോഗങ്ങളും ആദ്യം വരുന്നത് കേരളത്തിലാണ്. മറ്റൊന്നും കൊണ്ടല്ല, മലയാളികൾ യാത്ര ചെയ്യാത്ത ഇടമില്ല. അപ്പോൾ വിദേശത്ത് എവിടെ പോയാലും അവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ എത്തും, സ്വാഭാവികമായിട്ട്. അപ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തിയാൽ. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതിയ ഓപ്പറേഷൻ കം പ്രസവ വാർഡ് കെട്ടിടം നിർമ്മിക്കാൻ അടുത്ത വർഷം തുക അനുവദിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ആശുപത്രിയുടെ വികസനം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭ സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R ശ്രീഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. DMO പ്രതിനിധി ഡോക്ടർ അനൂപ് പ്രസാദ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, SG മുകുന്ദൻ, P ജിഷ, ND ദിൻഷാദ്, വിജയ് പ്രകാശ് ശങ്കർ, രഞ്ജിത്ത്, EK സുഭാഷ്, റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ജെസി എബ്രഹാം ചെമ്മരിക്കാട്ട്, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു സ്വാഗതവും JPHN പ്രിയങ്ക നന്ദിയും പറഞ്ഞു. നേരത്തെ MP ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത്. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഒറ്റപ്പാലത്തെ വിൽപ്പനയ്ക്കായി പടക്കം അനധികൃതമായി സൂക്ഷിച്ചവരുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്ന് കേരള ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. ഓൺലൈനായും അല്ലാതെയും അനധികൃത പടക്ക കച്ചവടം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നതെന്നും അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ B ഉണ്ണികൃഷ്ണൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അനധികൃത പടക്ക കച്ചവടത്തിൻ്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന പിടികൂടിയ സാഹചര്യത്തിൽ കാര്യക്ഷമമായ പരിശോധനയും നടപടിയും വേണമെന്നും V ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഉത്സവങ്ങൾ ഉൾപ്പെടെയുള്ള സവിശേഷ വേളകൾ ലക്ഷ്യം വെച്ചാണ് കേരളത്തിൽ അനധികൃതമായി പടക്കവും മറ്റ് സ്ഫോടക വസ്തുക്കളും എത്തുന്നത്. ഓൺലൈൻ മൂലമുള്ള പടക്ക കച്ചവടവും വഴിയോര കച്ചവടവും സുപ്രീം കോടതി നിരോധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാവാത്തതിന് കാരണം ഉദ്യോഗസ്ഥരാണ്. GST അടയ്ക്കാതെ അതിർത്തി കടത്തി പടക്കം അനധികൃതമായി കേരളത്തിൽ എത്തുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സ്വാധീനത്തിലാണ്. സുരക്ഷാ ക്രമീകരണമില്ലാതെ പടക്കം സൂക്ഷിക്കുന്നത് അപകടത്തിനിടയാക്കുന്നുണ്ട്. അനധികൃതമായ പടക്കങ്ങൾ വിൽപ്പന നടത്തിയാലും അലക്ഷ്യമായി സൂക്ഷിച്ച പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചാലും ബലിയാടാവുന്നത് നിയമപരമായി കച്ചവടം ചെയ്യുന്നവരാണ്. കേരളത്തിൽ വ്യാപക പരിശോധന നടത്തി അനധികൃത പടക്ക കച്ചവടം ചെയ്യുന്നവരെയും സൂക്ഷിപ്പുകാരെയും
പിടികൂടി നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും വി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. പിടിച്ചു. അത് NDA മറ്റുള്ള ലഹരി വിരുദ്ധ മരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളുടെ പക്കൽ നിന്നാണ് പിടിച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ വ്യാപാരിക്ക് ഞങ്ങളുടെ സംഘടനയായിട്ട് ഒരു ബന്ധവുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ അനധികൃതമായിട്ട് പടക്കം വിൽക്കുന്നവരെ പിടികൂടണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ ഇതിനു മുമ്പ് അധികാരികളുടെ മുന്നിൽ വച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓൺലൈൻ ബിസിനസ് വഴിയും മറ്റുള്ള പള്ളികളിലും അമ്പലങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ശുപാർശയിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായിട്ട് പടക്കങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ മറവിലാണ് ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ മരുന്നുകളും ഇവർ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇത് ഈ വ്യാപാരിയായിട്ടും ഈ വ്യക്തിയായിട്ടും ഞങ്ങളുടെ ഫൈബേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഞങ്ങൾ ഒരിക്കലും ഈ വക കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. ശരിയായ വിധത്തിൽ SOC ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകൾ മാത്രമേ ഞങ്ങളുടെ സംഘടനയിലുള്ളൂ. അതിനാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും. ഇതിനു മുമ്പും ഓൺലൈൻ കച്ചവടം സുപ്രീം കോടതി നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും അതിന് നിയമപരമായിട്ടുള്ള ഒരു സാധ്യത ഈ സ്റ്റേറ്റിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഹൈക്കോടതിയിൽ ഒരു റിപ്പറ്റേഷൻ ഫയൽ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ മോഡൽ ഞങ്ങൾ സമ്പാദിക്കുന്നതായി. അത് ഞങ്ങൾ ഇത് കഴിഞ്ഞ തവണ തന്നെ ഇവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കേണ്ടായി. അപ്പോൾ ട്രഷറർ CA ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി A നസീർ, പ്രസിഡന്റ് അനിൽ P വത്സൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുഹൃത്തിനെതിരെ നടത്തിയ പ്രസംഗം നാക്കുപിഴയല്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പോലീസ് തല്ലാൻ പാടില്ലെന്ന് അംഗീകരിക്കുമ്പോഴും ഇവിടെ അതിനൊരു മറുവശമുണ്ടെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. കസ്റ്റഡി മർദ്ദന വിഷയം അവതരിപ്പിച്ച ഘട്ടത്തിൽ സുജിത്ത് ഏതെങ്കിലും കേസിൽ പ്രതിയാണെന്ന് DCC പ്രസിഡന്റോ കോൺഗ്രസ് നേതാക്കളോ പറഞ്ഞിട്ടില്ലെന്ന് KV അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാട്ടി. പോലീസുമായി സുജിത്ത് മൽപ്പിടുത്തമുണ്ടായി. അക്കാര്യം മറച്ചുവെച്ചു. കല്ലുംപുറത്ത് കല്യാണ ഹാളിൽ അടിപിടിയുണ്ടാക്കി. പള്ളിപ്പെരുന്നാളിന് തല്ലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. പോലീസ് തല്ലാൻ പാടില്ല എന്നുള്ളത് അംഗീകരിക്കുന്നു. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. യഥാർത്ഥ വസ്തുതകൾ പുറത്തുവിടുന്നില്ല. സുജിത്തിൻ്റെ കല്യാണം വലിയ സംഭവമാക്കി മാധ്യമങ്ങൾ മാറ്റി. അങ്ങനെ ആഘോഷമാക്കാൻ വിശുദ്ധനാണോ ഇയാളെന്ന് KV അബ്ദുൽ ഖാദർ ചോദിച്ചു. തൻ്റെ പ്രസംഗം നാക്കുപിഴയല്ല, വസ്തുതാപരമായ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞതെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. സുരേഷ് ഗോപി കേസുമായി ബന്ധപ്പെട്ട് TN പ്രതാപൻ്റെ നാടകത്തെക്കുറിച്ച് പറയേണ്ടി വരും. TN പ്രതാപൻ വോട്ടർ പട്ടിക ക്രമക്കേടിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിച്ചിട്ടില്ലെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച്.
മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. മാർച്ചിന് ശേഷം നടന്ന ധർണ മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സ്മിത മുരളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സമൂഹത്തിൻ്റെ അടിത്തട്ടുള്ളവരും ഭാഗമാക്കുന്നു എന്ന ഉറപ്പുവരുത്താൻ CEO അറ്റ് ഉന്നതി പദ്ധതിക്ക് അട്ടപ്പാടിയിൽ തുടക്കം. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മുന്നൊരുക്ക അവലോകന യോഗത്തിലാണ് CEO പദ്ധതിക്ക് രൂപം നൽകിയത്. അട്ടപ്പാടി ആനവായിലെ ഉന്നതിയിൽ രാവിലെ 11:30 CEO നേരിട്ട് സന്ദർശിച്ചാണ് പദ്ധതി ആരംഭിച്ചത്. അട്ടപ്പാടിയിലെ ഏറ്റവും വിദൂര പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആനവായി. എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള ഉൾപ്രദേശങ്ങൾ CEO നേരിൽ സന്ദർശിക്കും. 2002 SIR പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പേരുകൾ 2025 നിലവിലുള്ള പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള ആവശ്യമായ രേഖകൾ വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ കൈവശം പോലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ 20 മുമ്പായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ആവശ്യമായ പരിശീലനം നൽകണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് പെരുങ്ങോട്ട് കുറിശ്ശിയിൽ തുടക്കമായി. വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് തീവ്രയജ്ഞ പരിപാടി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ പരാതിപ്പെട്ടി സ്ഥാപിച്ച് പ്രസിഡന്റ് KM കേരളകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരാതികൾ സ്വീകരിക്കുന്നത് നമ്മൾ പഞ്ചായത്തിൽ 15 ദിവസം ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വന്യജീവികളുടെ ആക്രമണങ്ങളും മറ്റു പരാതികളും ഇവിടെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഈ ബോക്സിൽ കൊണ്ടുവന്ന് നിഷേധിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറി S. അഫ്താബ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AE മനോജ്, PC റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PR പ്രകാശൻ, PP സന്ദീപ്, ഫോറസ്റ്റ് വാച്ചർമാരായ C. രാധാകൃഷ്ണൻ, KV രാജീവ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വന്യജീവി ശല്യം നേരിടുന്ന പൊതുജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് മേഖലയിൽ നടപ്പാക്കുന്ന ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ അമ്പലപ്പാറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. 2025 ജൂൺ 16 തൊഴിലാളി വിരുദ്ധ ഉത്തരവ് പിൻവലിക്കുക, തരിശുഭൂമി പാട്ടത്തിന് ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള പദ്ധതി തകർക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക, റോഡിൻ്റെ അഴുക്കുചാൽ, കനാൽ എന്നിവ പണിയുന്നതിന് ഫണ്ട് അനുവദിക്കുക, കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കൂലി 600 രൂപ ആക്കുക, വെട്ടിക്കുറച്ച കേന്ദ്രവിധം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അമ്പലപ്പാറ പോസ്റ്റ് ഓഫീസിലേക്ക് NREG വർക്കേഴ്സ് യൂണിയൻ മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആ ദ്രോഹത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആരാണ്? ഏത് ഗവൺമെന്റാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിനുവേണ്ടി പഞ്ചായത്തുകളിലെല്ലാം തന്നെ കൂടുതൽ തൊഴിലവസരം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികള് പഞ്ചായത്ത് മുഖാന്തരം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തുകളിലെ വിവിധ പദ്ധതികളെല്ലാം ആരംഭിച്ച് അതിലെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് തൊഴിലാളികൾക്ക് ഒരു 100 ദിവസമെങ്കിലും തൊഴിൽ കിട്ടണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് T. രജിത അധ്യക്ഷയായി. CPM LC സെക്രട്ടറി CC രാജൻ, ഏരിയ കമ്മിറ്റി അംഗം രുക്മിണി,
രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ മണ്ണൂർ വില്ലേജ് കമ്മിറ്റി കിഴക്കുംപുറം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P. ബാലൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് NREG വർക്കേഴ്സ് യൂണിയൻ മണ്ണൂർ വില്ലേജ് കമ്മിറ്റി മണ്ണൂർ കിഴക്കുംപുറം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P. ബാലൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ പ്രശ്നങ്ങൾ സർക്കാർ സർവീസ് മേഖലയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തൊഴിലാളി വർഗം രാജ്യത്തെ എണ്ണത്തിൽ കൂടി വരുന്നവർ തൊഴിലാളി വർഗം പോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് മുന്നോട്ട്. അതുകൊണ്ട് കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങളെ പോലെ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ കടമകൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ഇടയിലേക്ക് വളർന്നു വരുന്ന അന്യമത വർഗീയ ചിന്താഗതികൾ, അത് അവരറിയാതെ അവർക്കെതിരെ നമുക്കെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഒരവസരം പോയി വരുമ്പോൾ വളരെ ഗൗരവമായി തന്നെ തൊഴിലാളി വർഗത്തിലെ വർഗബോധത്തിനും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ജാതിമത വർഗീയ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണകൂടത്തിന്, ഭരണ സംവിധാനത്തിനെതിരെ ഒരു നിലപാടെടുത്തുകൊണ്ടുവന്നു. യൂണിയൻ വില്ലേജ് പ്രസിഡന്റ് OM മുരളി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, TR ശശി, M ഉണ്ണികൃഷ്ണൻ, AA ഷിഹാബ്, ഷഫീന നജീബ് എന്നിവർ പ്രസംഗിച്ചു. VC പ്രീത സ്വാഗതവും AK ജയശ്രീ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ക്രിയേറ്റീവ് കോർണർ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട് കോട്ടയിൽ SRG യോഗം ചേർന്നു. UP വിഭാഗം അധ്യാപകരാണ് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ പങ്കെടുത്ത ക്രിയേറ്റീവ് കോർണർ പാഠഭാഗങ്ങളുമായി ഉൾച്ചേർത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ സജീവമാക്കാനും ജില്ലയിൽ നിന്ന് ലഭിച്ച മൊഡ്യൂൾ പ്രകാരം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ക്രിയേറ്റീവ് കോർണറിനെ കൂടുതൽ ഊർജിതമാക്കാനും തീരുമാനിച്ചു. ആഴ്ചയിലോ മാസത്തിലോ റിവ്യൂ നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തീരുമാനമായിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും കോർണറിലെ എല്ലാ ഉപകരണങ്ങളും പരിചയപ്പെടാൻ അവസരം ഒരുക്കുകയും അവശ്യഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യും. പഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കോർണർ പരിചയപ്പെടാൻ വേണ്ട സൗകര്യം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയ്ക്കെതിരെ BMS സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 14 വരെ പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ പദയാത്രകൾ സംഘടിപ്പിക്കും. കേന്ദ്രത്തിനെതിരെ തൊഴിൽ വിരുദ്ധത ആരോപിച്ച് സമരം ചെയ്യുന്ന ഇടത് സംഘടനകൾ കേരള സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹം കാണാതെ പോകുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പാണെന്ന് BMS പാലക്കാട് ജില്ലാ സെക്രട്ടറി K. രാജേഷ് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കേരളം വ്യവസായ സൗഹൃദമെന്നത് സർക്കാർ നേരിട്ട് നടത്തുന്ന നുണപ്രചരണം മാത്രമാണെന്ന് BMS ജില്ലാ സെക്രട്ടറി K. രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തിനിടെ പരമ്പരാഗത തൊഴിലാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമായി. കരാർ സ്വകാര്യവൽക്കരണത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നവരാണ് KSRTC, KSEB തുടങ്ങിയ മേഖലകളിൽ കരാർവൽക്കരണം തകൃതിയായി നടപ്പാക്കുന്നത്. കേരളത്തിലെ 16ഓളം ക്ഷേമനിധി ബോർഡ് ആനുകൂല്യ വിതരണവും പെൻഷൻ വിതരണവും അലങ്കോലമായത് ഇടതു സർക്കാരിൻ്റെ കാലത്താണ്. PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങളാണ് നടത്തുന്നത്. CPMനോട് ചേർന്ന് നിൽക്കുന്നവരുടെ നെറുകേടുകൾ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലാണ് ലോക്കപ്പ് മർദ്ദനങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ താൽപ്പര്യം വെച്ച് അട്ടിമറിക്കുന്നവർ തന്നെയാണ് കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്ന് വിലപിക്കുന്നത്. കേരളത്തിൽ വെളിച്ചെണ്ണ വില 500ലേക്ക് എത്തിയത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സർക്കാർ പരാജയമാണെന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ, തൊഴിലാളിദ്രോഹ നിലപാടുകൾ ജനസമക്ഷം വിശദീകരിക്കുന്നതിനാണ് BMS പദയാത്ര സംഘടിപ്പിക്കുന്നതെന്നും രാജേഷ് പറഞ്ഞു. അതിൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പുതിയ ഒരു സംരംഭം പോലും നമ്മളുടെ കേരളത്തിൽ വരുന്നില്ല. ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ല. കിറ്റെക്സ് തന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് പോയി. അതിൻ്റെ രാഷ്ട്രീയമായ വശങ്ങളൊക്കെ അപ്പുറത്തിരിക്കട്ടെ. പക്ഷെ ഒരു തൊഴിൽ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. യുവാക്കളും യുവതികളും ഇന്ന് കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിലും വിദേശ രാജ്യങ്ങളിലും ജോലി തേടി പോകുമ്പോൾ ഇവിടെ ഒരു സമൂഹം തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് കേരളം മാറുകയാണ്. നാളെ വൃദ്ധരായ കുറച്ച് ആളുകളുടെ മാത്രം നാടാവുമോ എന്ന് പോലും നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
അപ്പം തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് മയക്കുമരുന്നിൻ്റെ ഒരു ഹബ്ബായി കേരളം മാറിയിരിക്കുക. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു സ്റ്റേറ്റായി നമ്മൾ മാറുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ ഇപ്പോൾ നിരന്തരമായി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇതോടൊപ്പം തന്നെ വരുന്നു. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, പുതിയ ഒരു തൊഴിലില്ലായ്മ, നമ്മുടെ ആശുപത്രികൾ, ആരോഗ്യരംഗം. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് പറയുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായില്ല. ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുള്ള സ്റ്റേറ്റ് എവിടെയാണ്? ഓരോ 50 മീറ്ററിൽ ഒരു മെഡിക്കൽ ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, വൈസ് പ്രസിഡന്റ് വി ശിവദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യമെമ്പാടും നടത്തുന്ന ഏകദിന അമൃത് മഹോത്സവിൻ്റെ ഭാഗമായാണ് പത്തിരിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ NSS യൂണിറ്റിൻ്റെയും റെഡ്ഡീസ് ബ്ലഡ് കേരള, ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PV അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു ഇടപെടലും അതിലൂടെ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ഈ ഒരു വീക്ഷണം എത്തിച്ചേരുന്നുള്ളത് തീർച്ചയായും ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളായിട്ട് സഹകരിച്ചിട്ടുള്ള ജില്ലാ ആശുപത്രി അധികൃതർ, ജില്ലാ ആശുപത്രി ബ്ലഡ് സെൻറ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു, ബ്ലഡ് ബാങ്ക് കൗൺസിലർ രഞ്ജിത രാജ്, RIBK കോർഡിനേറ്റർ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ V അജിത സ്വാഗതവും NSS വോളണ്ടിയർ അശ്വിൻ കൃഷ്ണ നന്ദിയും പറഞ്ഞു. 14 യൂണിറ്റ് രക്തം ദാനം ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടയം പഞ്ചായത്തിൽ സ്കൂൾ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. പുളിനെല്ലി ഗവൺമെൻറ് LP സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീശൻ നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, പഞ്ചായത്ത് അംഗം രജിത, കുഴൽമന്ദം BRC കോർഡിനേറ്റർ നിഷാന, സ്കൂൾ PTA പ്രസിഡന്റ് ശശികുമാർ, അധ്യാപകരായ P അജയ്, KS സുപ്രിയ, R ഇന്ദുലേഖ എന്നിവർ സംസാരിച്ചു. സ്കൂൾ സീനിയർ അധ്യാപിക TP പ്രഭിത സ്വാഗതവും K അംബിക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KSBA ഒറ്റപ്പാലം താലൂക്ക് ലേഡി ബ്യൂട്ടീഷ്യൻസ് ഓണാഘോഷം ഒറ്റപ്പാലത്ത് നടന്നു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് MN തിലകം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം JRJ കോംപ്ലക്സിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് MN തിലകം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ലതിക, സെക്രട്ടറി AK ധനേഷ്, N സുന്ദരൻ, TA അജിത്, K ഗിരീഷ് കുമാർ, PJ അബ്ദു എന്നിവർ സംസാരിച്ചു. PA ആരവകൃഷ്ണയുടെ മാജിക് ഷോ ഉണ്ടായി. വിവിധ കലാപരിപാടികളും നടന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ കുട്ടികൾക്ക് മാജിക് ഷോ എല്ലാം ശ്രദ്ധിക്കുക, പ്രകടിക്കുക, പ്രോത്സാഹിക്കുക. ഓണസദ്യയോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂട്ടായ്മയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് VK ശ്രീകണ്ഠൻ MP. ആര് നാട് ഭരിച്ചാലും വികസന തുടർച്ച അനിവാര്യം.
ഷൊർണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ IP കെട്ടിടം നാടിന് സമർപ്പിച്ചു. അനധികൃത പടക്ക കച്ചവടത്തിനെതിരെ നടപടി വേണമെന്ന് കേരള ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. അനധികൃത ഓൺലൈൻ പടക്ക കച്ചവടം നിരോധിക്കണം. ഒറ്റപ്പാലത്തെ അനധികൃത വിൽപ്പനയ്ക്ക് പടക്കം സൂക്ഷിച്ചവരുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. ശുചിത്തിനെതിരായ പരാമർശങ്ങൾ നാക്കുപിഴയിലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പറഞ്ഞത് വസ്തുതാപരമായ കാര്യങ്ങൾ. പോലീസ് തല്ലരുതെന്ന് അംഗീകരിക്കുമ്പോഴും ഇവിടെ അതിനൊരു മറുവശമുണ്ടെന്നും KV അബ്ദുൽ ഖാദർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.